നിങ്ങൾ യൂട്യൂബ് ഷോർട്സ് ചെയ്യുന്നവരാണെങ്കിൽ ഈ 3 കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ 100% ഉറപ്പ് നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് വളരെ പെട്ടെന്ന് കൂട്ടാൻ പറ്റും. നമസ്കാരം, ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളൊരു പുതിയ യൂട്യൂബർ ആണെങ്കിൽ നിങ്ങളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബേഴ്സിനെ എങ്ങനെ കൂട്ടാം. ഇതിനായിട്ട് പലരെയും അപ്രോച്ച് ചെയ്യുന്ന ആളുകളുമുണ്ട്. എന്നെ തന്നെ പല ആളുകളും അപ്രോച്ച് ചെയ്യാറുണ്ട്. അവരെല്ലാവരും ചോദിക്കുന്നത്, ചേട്ടാ എനിക്ക് പെട്ടെന്ന് സബ്സ്ക്രൈബേഴ്സ് കൂട്ടണം, അല്ലെങ്കിൽ വാച്ച് അവർ കൂട്ടണം, എന്ത് ചെയ്യും? അപ്പോൾ ഞാൻ എപ്പോഴും അവരോട് പറയുന്ന അതേ കാര്യം തന്നെ ഞാൻ വീണ്ടും പറയുകയാണ്. ഒരിക്കലും നിങ്ങൾ തെറ്റായ രീതിയിൽ പോകാതിരിക്കുക. അങ്ങനെ കിട്ടുന്ന സബ്സ്ക്രൈബേഴ്സ് ആയാലും വാച്ച് അവർ ആയാലും നിങ്ങൾക്ക് ഒരിക്കലും ഉപകാരപ്പെടുത്തില്ല. കിട്ടിയാലും ശരി, അതൊരിക്കലും ഉപകാരപ്പെടുത്തില്ല. നമുക്ക് ജെന്യുവിനായിട്ട് കിട്ടുന്ന സബ്സ്ക്രൈബേഴ്സും വാച്ചവേഴ്സും എപ്പോഴും ഉപകാരപ്പെടുത്തുള്ളൂ. എങ്കിലേ നിങ്ങൾക്ക് യൂട്യൂബിൽ നിലനിന്ന് പോകാനും പറ്റത്തുള്ളൂ. അപ്പോൾ ജെന്യുവിനായിട്ട് എത്രയും പെട്ടെന്ന് നമുക്ക് എങ്ങനെ സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാം, അതിനെക്കുറിച്ചുള്ള ചില വഴികളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്താൽ ലാസ്റ്റ് വരെ കാണണം. കാരണം 1-2 വഴികൾ ആദ്യം കണ്ടിട്ട് ഇനി ഇതങ്ങ് ചെയ്യാം എന്നുള്ള രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോകരുത്. കാരണം എല്ലാ വഴികളും ഒരേ സമയത്ത് നിങ്ങൾ ഉപയോഗിക്കണം. ഈ എല്ലാ വഴികളിലൂടെ സബ്സ്ക്രൈബേഴ്സ് കൂടുമ്പോഴേ നിങ്ങൾക്ക് പെട്ടെന്ന് സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്താൽ ലാസ്റ്റ് വരെ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ കമൻസ് തന്നെ അറിയിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എവിടെയാണെന്നുണ്ടെങ്കിൽ ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കൂട്ടാനുള്ള ഒന്നാമത്തെ വഴി നമുക്ക് ലൈവിൽ നിന്ന് തുടങ്ങാം. അതായത് സബ്സ്ക്രൈബേഴ്സ് കൂട്ടാനുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വഴിയാണ് ലൈവ് ചെയ്യുക എന്നുള്ളത്. നിങ്ങൾ ലൈവ് ചെയ്യാത്തവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ ലൈവ് ചെയ്തു തുടങ്ങുക. നിങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സ് കൂട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ലൈവ് ചെയ്തു തുടങ്ങുക. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ലൈവ് ചെയ്യുന്നതിന് മുമ്പ് അതിന് വേണ്ട എല്ലാ സെറ്റിങ്സും നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്തതിന് ശേഷം വേണം നിങ്ങൾ ലൈവ് ചെയ്യാൻ. ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെറ്റിങ്സ് ഉണ്ട്, സബ്സ്ക്രൈബർ മോഡ്. അത് ഓൺ ചെയ്ത് വെച്ച് വേണം നിങ്ങൾ ലൈവ് ചെയ്യാൻ. എങ്കിലേ നിങ്ങൾക്ക് അവിടെ സബ്സ്ക്രൈബേഴ്സ് കൂടത്തുള്ളൂ. എന്ന് വെച്ചാൽ ഈ സബ്സ്ക്രൈബർ മോഡ് ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈവിൽ വരുന്ന ഓഡിയൻസിന് നിങ്ങളെ കമൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം അവർ നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യണം. അതിനുശേഷം മാത്രമേ അവർക്ക് നിങ്ങളെ കമൻറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ സബ്സ്ക്രൈബർ മോഡ് ഓൺ ചെയ്ത് വെച്ച് ലൈവ് ചെയ്യുക. അപ്പോൾ ഈ ലൈവ് ചെയ്യുന്നതിൻ്റെ കംപ്ലീറ്റ് സെറ്റിങ്സും എങ്ങനെ കൊടുക്കാം, അതുപോലെ ഈ സബ്സ്ക്രൈബർ മോഡ് എങ്ങനെ ഓൺ ചെയ്യാം, ഇതിനെക്കുറിച്ചുള്ളൊരു കംപ്ലീറ്റ് വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവരെ ഈ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ആ വീഡിയോ കാണുക. അതിന് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. ഇവിടെ എനിക്ക് മറ്റൊരു കാര്യം കൂടെ പറയാറുണ്ട്. ഞാൻ എൻ്റെ എല്ലാ വീഡിയോസിലും പറയാറുണ്ട്, ഞാൻ ആ വീഡിയോയുടെ ലിങ്ക് അല്ലെങ്കിൽ ഈ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് എന്ന് ഞാൻ പറയാറുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് നിങ്ങൾ ആരും അത് കാണാറില്ലെന്നാണ്. പക്ഷേ ഈ വീഡിയോയുടെയും ചില ലിങ്ക്സ് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ആ വീഡിയോസ് മസ്റ്റായിട്ട് കാണണം. ഈ വീഡിയോ കംപ്ലീറ്റ് കാണുക, അതിനുശേഷം ആ വീഡിയോസും കാണുക. എങ്കിലും നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യാൻ പറ്റത്തുള്ളൂ. എനിവേ, ഇവിടെ എനിക്ക് മറ്റൊരു കാര്യം കൂടെ പറയാനുള്ളത്, ഈ ലൈവ് ചെയ്യുന്നതിന് മറ്റൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം. അതാണ് ഈ ലൈവ് ചെയ്യുന്നതിൻ്റെ ടൈമിംഗ്, ആ സമയം. അതായത് നിങ്ങൾ ലൈവ് ചെയ്യേണ്ടത് ഒരു രാത്രി സന്ധ്യ കഴിഞ്ഞ് ഒരു 6 മണി 7 മണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം വേണം നിങ്ങൾ ലൈവ് ചെയ്യാൻ. കാരണം രാത്രിയിൽ മറ്റുള്ളവരുടെ ലൈവ് കാണാനായിട്ട് കാത്തിരിക്കുന്ന ഒരുപാട് ഓഡിയൻസ് ഇപ്പോൾ യൂട്യൂബിലുണ്ട്. ഇതെൻ്റെ എക്സ്പീരിയൻസ് ആണ്. ഞാൻ രാത്രി പലരുടെ ലൈവ് കാണാറുണ്ട്. ലൈവ് ചെയ്യുന്ന പലരുമായിട്ട് ഞാൻ സംസാരിക്കാറുമുണ്ട്. അതായത് നിങ്ങൾ രാത്രിയിൽ ലൈവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈവിൽ ഒരുപാട് ആളുകൾ വന്നിരിക്കും. 100% ഉറപ്പ് നിങ്ങളുടെ ലൈവിൽ നല്ല വ്യൂസും സബ്സ്ക്രൈബേഴ്സും വാച്ച് അവറും ഇവിടെ കിട്ടിയിരിക്കും. ഇത് എക്സ്പീരിയൻസ് ആണ്, പലരുടെ എക്സ്പീരിയൻസ് ആണ്. പലരും ഇതേ രീതിയിൽ ലൈവ് ചെയ്ത് അവരുടെ ചാനൽ തന്നെ മോണിറ്റൈസ് ചെയ്തെടുക്കാറുണ്ട്. അപ്പോൾ നിങ്ങളും ഇതേപോലെ ലൈവ് ഇതുവരെ ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങളും ഇതേപോലെ ലൈവ് തുടങ്ങുക. ഈ പറഞ്ഞ സെറ്റിങ്സും കാര്യങ്ങളും എല്ലാം കൊടുത്ത് അതേ രീതിയിൽ നിങ്ങൾ ലൈവ് ചെയ്ത് കഴിഞ്ഞാൽ 100% ഉറപ്പ് നിങ്ങൾക്ക് നിങ്ങളുടെ ചാനലിൽ വ്യൂസും സബ്സ്ക്രൈബേഴ്സും വാച്ചവറും ഒക്കെ പെട്ടെന്ന് കൂട്ടാം. വേണമെങ്കിൽ ഈ ലൈവ് കാരണം മാത്രം നിങ്ങൾക്ക് നിങ്ങളുടെ ചാനലിനെ മോണിറ്റൈസ് ചെയ്തെടുക്കാനും പറ്റും. അതുപോലെ ഈ ലൈവിൽ സബ്സ്ക്രൈബർ മോഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉള്ളതുപോലെ തന്നെ യൂട്യൂബിൻ്റെ ഒരു പുതിയ അപ്ഡേറ്റ് ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസിലും അവർ ഈ സബ്സ്ക്രൈബർ മോഡ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊണ്ടുവരാൻ പോവുകയാണ്. അതായത് നമ്മുടെ വീഡിയോസ് കണ്ട് ആർക്കെങ്കിലും നമ്മളെ കമൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ ആദ്യം നമ്മളെ സബ്സ്ക്രൈബ് ചെയ്തേ പറ്റൂ. ഈ ഒരു ഓപ്ഷൻ അവർ വന്നു കഴിഞ്ഞാൽ, ഇതുവരെ വന്നിട്ടില്ല, അവർ അനൗൺസ് ചെയ്തിട്ടേ ഉള്ളൂ, പക്ഷേ വന്നു കഴിഞ്ഞാൽ ഈ രീതിയിൽ നമുക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാവുന്നതാണ്. ഇനി ഈ സബ്സ്ക്രൈബേഴ്സ് കൂട്ടാനുള്ള 3-ാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ യൂട്യൂബിലെ ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന ഒരു അപ്ഡേറ്റ് ആണ്. ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ, അതായത് 30 അപ്ഡേറ്റ്സ് എന്ന് പറയുന്ന എൻ്റെ ആ വീഡിയോയിൽ ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതാണ് കൊളാബറേഷൻ. അതാണ് നിങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് മറ്റ് 5 യൂട്യൂബേഴ്സുമായിട്ട് കൊളാബ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ഈ വീഡിയോയിൽ ആ 5 യൂട്യൂബേഴ്സിൻ്റെയും വ്യൂവേഴ്സ് വരികയും അവർക്ക് നിങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവർ നിങ്ങളുടെ ഈ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യും. പക്ഷേ ഇതെല്ലാവരും ഒന്നും ചെയ്യത്തില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് അറിയാവുന്ന കുറേ യൂട്യൂബേഴ്സിനെ നിങ്ങൾ കണ്ടുപിടിച്ച് വയ്ക്കുക. അവരുമായിട്ട് നിങ്ങൾ കൊളാബ് ചെയ്യുക. കാരണം ഈ കൊളാബ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾക്ക് ഇൻവിറ്റേഷൻ അയക്കേണ്ടി വരും. അവരതിനെ അക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ ഈ കൊളാബറേഷൻ നടക്കത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്നവരെ നിങ്ങൾ കണ്ടുപിടിച്ച് വയ്ക്കുക. അപ്പോൾ അവരുടെ വീഡിയോസിനെ നിങ്ങളുമായിട്ടും കൊളാബ് ചെയ്യുക, നിങ്ങളുടെ വീഡിയോസിനെ അവരുമായിട്ടും കൊളാബ് ചെയ്യുക. ഒരു മ്യൂച്വൽ എക്സ്ചേഞ്ച് അത് നടക്കണം. കാരണം
അങ്ങോട്ടും ഇങ്ങോട്ടും സംഭവം വേണമല്ലോ. അങ്ങനെ ആകുമ്പോൾ അവരുടെ വ്യൂവേഴ്സ് നിങ്ങൾക്ക് കിട്ടും, നിങ്ങളുടെ വ്യൂവേഴ്സ് അവർക്കും കിട്ടും. ഈ രീതിയിൽ നിങ്ങൾ പരസ്പര ധാരണയിലെത്തി ഈ കൊളാബറേഷൻ ചെയ്യുക. അപ്പോൾ ഈ ഫീച്ചർ ഓൾറെഡി യൂട്യൂബ് അനൗൺസ് ചെയ്ത ഉടൻ തന്നെ പല യൂട്യൂബേഴ്സിനും ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. എനിക്കറിയാവുന്ന കുറേ യൂട്യൂബേഴ്സിന് കിട്ടിയിട്ടുണ്ട്. എനിക്കിതുവരെ കിട്ടിയിട്ടില്ല. കാരണം യൂട്യൂബ് ഒരു അപ്ഡേറ്റ് കൊണ്ടുവന്ന എല്ലാവരിലേക്കും എത്താൻ കുറച്ച് സമയം എടുക്കും. ആ ഒരു സമയം എടുക്കുകയാണ്. എല്ലാവർക്കും എത്രയും പെട്ടെന്ന് ഈ അപ്ഡേറ്റ് കിട്ടിയിരിക്കും. അപ്പം നിങ്ങൾ ഇത് കിട്ടിക്കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് അറിയാവുന്നവരുമായിട്ട് ഒരു ധാരണയിലെത്തി കൊളാബറേഷൻ ചെയ്യുക. 100% ഉറപ്പ് നിങ്ങൾക്ക് വ്യൂവേഴ്സും സബ്സ്ക്രൈബേഴ്സും നിങ്ങളുടെ ചാനലിൽ കൂടിയിരിക്കും. ഇനി സബ്സ്ക്രൈബേഴ്സ് കൂട്ടാനുള്ള 4ാമത്തെ വഴിയെന്ന് പറയുന്നത് നിങ്ങളിൽ പലരും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതാണ് കമ്മ്യൂണിറ്റി പോസ്റ്റ്. പലരും വിചാരിക്കുന്നത് എന്തിനാണ് കമ്മ്യൂണിറ്റി പോസ്റ്റ് കൊടുക്കുന്നത്, അതിൽ നിന്നുള്ള വ്യൂസും നോക്കത്തില്ല, അതിന് വാച്ച് അവറും ഇല്ല, അത് മോണിറ്റൈസേഷൻ ഇട്ട് ഉപകരിക്കത്തുമില്ല. പക്ഷേ അത് അങ്ങനെയല്ല. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾറെഡി കിട്ടിയിട്ടുള്ള സബ്സ്ക്രൈബേഴ്സ് പൊഴിഞ്ഞു പോകാതിരിക്കാൻ ഇത് വളരെയധികം ഉപകരിക്കും. അതായത് അവരുമായിട്ട് നല്ലൊരു കണക്ഷൻ, നല്ലൊരു അറ്റാച്ച്മെൻറ്റ്, എന്താ പറയുന്നത്, നല്ലൊരു റിലേഷൻ കീപ്പ് ചെയ്ത് പോകാൻ ഈ കമ്മ്യൂണിറ്റി പോസ്റ്റ് വളരെയധികം ഉപകരിക്കുകയും ചെയ്യും. നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള സബ്സ്ക്രൈബേഴ്സ് പൊഴിഞ്ഞു പോകത്തുമില്ല. ഇത് 1ാമത്തെ കാര്യം. 2ാമത്തെ കാര്യം, നിങ്ങളിടുന്ന ഈ കമ്മ്യൂണിറ്റി പോസ്റ്റ് നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെ മുന്നിലേക്കും പോകും. അപ്പം നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നല്ല നല്ല ഫോട്ടോസ്, അതുപോലെ നിങ്ങൾക്ക് കിട്ടുന്ന നല്ല നല്ല കോട്ട്സ്, ഇതൊക്കെ നിങ്ങൾ കമ്മ്യൂണിറ്റി പോസ്റ്റായിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഈ നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇത് കണ്ടു കഴിഞ്ഞാൽ അവർക്കിത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളെ അവർ സബ്സ്ക്രൈബ് ചെയ്തിരിക്കും. ഇതേപോലെ കമ്മ്യൂണിറ്റി പോസ്റ്റ് മാത്രം ഇട്ട് സബ്സ്ക്രൈബേഴ്സ് കൂട്ടിയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു കാര്യങ്ങളുണ്ട്. അതായത് നിങ്ങൾ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോസിനെയും നിങ്ങൾക്ക് ഈ കമ്മ്യൂണിറ്റി പോസ്റ്റിലൂടെ ഇടാവുന്നതാണ്. ഇപ്പം നിങ്ങൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്ത സമയത്ത് ചിലപ്പോൾ നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ചില ആളുകൾ നിങ്ങളുടെ ഈ വീഡിയോ കണ്ടിട്ടുണ്ടാവില്ല. പക്ഷേ ഈ കമ്മ്യൂണിറ്റി പോസ്റ്റിലൂടെ ഇടുമ്പോൾ ചിലപ്പോൾ അവർ കണ്ടിട്ടുണ്ടാവും. കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവർ അവിടെയും നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്തിരിക്കും. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ ഈ കമ്മ്യൂണിറ്റി പോസ്റ്റിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും നല്ല നല്ല കാര്യങ്ങളൊക്കെ കിട്ടുകയാണെങ്കിൽ, നല്ല ഫോട്ടോസോ കോട്ട്സോ കാര്യങ്ങളൊക്കെ കിട്ടുകയാണെങ്കിൽ നിങ്ങളതിനെ കമ്മ്യൂണിറ്റി പോസ്റ്റിലൂടെ ഷെയർ ചെയ്യുക. ഇത് നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് കൂട്ടാൻ വളരെയധികം ഉപകരിക്കും. ഇനി സബ്സ്ക്രൈബേഴ്സ് കൂട്ടാനുള്ള 5ാമത്തെ വഴി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഷോർട്സിനെ കുറിച്ചുള്ളതാണ്. ഷോർട്സിനെ കുറിച്ചുള്ള 3 കാര്യങ്ങളാണ്. പല വീഡിയോസിലും ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. നിങ്ങളിൽ പലരും ഇത് ശ്രദ്ധിച്ചിട്ടില്ല. നിങ്ങൾ യൂട്യൂബ് ഷോർട്സ് ചെയ്യുന്നവരാണെങ്കിൽ ഈ 3 കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ 100% ഉറപ്പ് നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് വളരെ പെട്ടെന്ന് കൂട്ടാൻ പറ്റും. ഷോർട്ട് വീഡിയോ എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം, അതിനെ എങ്ങനെ ശരിയായ രീതിയിൽ അപ്ലോഡ് ചെയ്യണം, ഇതിനെക്കുറിച്ച് ഒന്നും ഞാനിവിടെ പറയുന്നില്ല. കാരണം ഇത് പല വീഡിയോസിലും ഞാൻ റിപ്പീറ്റ് അടിച്ച് നിങ്ങളുടെ അടുത്ത് സ്ക്രീൻ റെക്കോർഡിംഗ് കാണിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് വീണ്ടും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോറടിക്കും. പക്ഷേ അത് അറിയാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഈ വീഡിയോ കാണുക. ഒരു ഷോർട്ട് വീഡിയോ ഷൂട്ടിംഗ് മുതൽ അപ്ലോഡ് വരെ, അതായത് ശരിയായ രീതിയിൽ എല്ലാ സെറ്റിംഗ്സും കൊടുത്ത് എങ്ങനെ അപ്ലോഡ് ചെയ്യാം എന്നതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ 2-3 വീഡിയോസ് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾ കറക്റ്റായിട്ട് കാണുക, കാര്യങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കുക. എങ്കിലും 2-3 കാര്യങ്ങൾ എനിക്കിവിടെ പറയാതിരിക്കാൻ പറ്റുന്നില്ല. അതിൽ 1ാമത്തെ കാര്യം, നിങ്ങളൊരു പുതിയ യൂട്യൂബർ ആണെങ്കിൽ ഷോർട്ട് വീഡിയോ ക്രിയേറ്റ് ചെയ്യുമ്പോൾ 10 സെക്കൻഡിനുള്ളിലുള്ള ഷോർട്ട് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുക. ക്വാളിറ്റി ഷോർട്ട് വീഡിയോസ് തന്നെ ക്രിയേറ്റ് ചെയ്യണം. ഒരു എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഷോർട്ട് വീഡിയോസ് ആയിരിക്കണം. പക്ഷേ അത് 10 സെക്കൻഡ് അല്ലെങ്കിൽ കൂടിപ്പോയ 12 സെക്കൻഡിനുള്ളിലുള്ളതായിരിക്കണം. കാരണം നിങ്ങളൊരു പുതിയ യൂട്യൂബറാണ്, പെട്ടെന്ന് നിങ്ങൾക്ക് ആളുകളുടെ മുന്നിൽ ഒരു അക്സെപ്റ്റൻസ് കിട്ടിയെന്ന് വരത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ ഓഡിയൻസ് റിട്ടൻഷൻ കൂട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെറിയ ചെറിയ ഷോർട്ട് വീഡിയോസ് ക്രിയേറ്റ് ചെയ്താലേ പറ്റത്തുള്ളൂ. ഇത് 1ാമത്തെ കാര്യം. 2ാമത്തെ കാര്യം, ഇത് അപ്ലോഡ് ചെയ്യുന്നത് ശരിയായ രീതിയിലായിരിക്കണം. എല്ലാ സെറ്റിംഗ്സും കൊടുത്തു വേണം നിങ്ങൾ ഇതിനെ അപ്ലോഡ് ചെയ്യാൻ. ഇതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞത്. പിന്നെ 3ാമത്തെ കാര്യം, നിങ്ങൾ ഇവിടെ ഒരു തംബ്നെയിൽ, ഒരു അട്രാക്റ്റീവ് തംബ്നെയിൽ സെറ്റ് ചെയ്തിരിക്കണം. ഇതിപ്പോൾ നിങ്ങളുടെ ആ ഷോർട്ട് വീഡിയോയ്ക്കുള്ളിൽ തന്നെ ഒരു അട്രാക്റ്റീവ് തംബ്നെയിൽ ഉണ്ടെങ്കിൽ അതിനെ സെറ്റ് ചെയ്യാം. അതില്ലെങ്കിൽ നിങ്ങളിത് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഈ കാര്യം മനസ്സിലാക്കി ഒരു സെപ്പറേറ്റ് ആയിട്ട് 1-2 സെക്കൻഡിനുള്ളിലുള്ള ഒരു അട്രാക്റ്റീവായ ഫ്രെയിം നിങ്ങൾ അതിനോടൊപ്പം കൊടുത്ത് വേണം ഇതിനെ എഡിറ്റ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാൻ. എന്നിട്ട് ഇത് അപ്ലോഡ് ചെയ്യുമ്പോൾ ആ പർട്ടിക്കുലർ ഫ്രെയിം തന്നെ നിങ്ങൾ ഇതിൻ്റെ തംബ്നെയിലായിട്ട് സെറ്റ് ചെയ്യുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അവിടെ ക്ലിക്ക് ത്രൂ റേറ്റ് കൂടുതൽ കിട്ടത്തുള്ളൂ. അപ്പോഴേ യൂട്യൂബ് നിങ്ങളുടെ ഈ വീഡിയോയെ കൂടുതൽ ആളുകളിലേക്ക് അയക്കത്തുള്ളൂ. പിന്നീടുള്ള അടുത്ത കാര്യം എന്ന് പറയുന്നത്, നിങ്ങളിത് അപ്ലോഡ് ചെയ്യുമ്പോൾ അവിടെ മറ്റൊരു ഓപ്ഷൻ കാണിക്കും. അതായത് റീമിക്സ്. മറ്റുള്ളവർക്ക് നമ്മുടെ ഈ ഷോർട്ട് വീഡിയോയെ റീമിക്സ് ചെയ്യാനുള്ള ഒരു പെർമിഷൻ നമ്മൾ കൊടുക്കണം. ഇവിടെ പലരും ചെയ്യുന്നത് അങ്ങനെ എൻ്റെ വീഡിയോ മറ്റുള്ളവർ കോപ്പി ചെയ്യേണ്ട എന്നുള്ള രീതിയിൽ അവർ ഓഡിയോ മാത്രമേ ഇവിടെ കൊടുക്കാറുള്ളൂ. അങ്ങനെയല്ല ചെയ്യേണ്ടത്. ഇവിടെ നമുക്കാണ് പ്രയോജനം. നമ്മളവിടെ അലോ വീഡിയോ ആൻഡ് ഓഡിയോ റീമിക്സിങ് തന്നെ നമ്മൾ കൊടുക്കുക. അവർ നമ്മുടെ വീഡിയോ കോപ്പി ചെയ്തിട്ട് കോപ്പി അല്ലല്ലോ ചെയ്യുന്നത്, അവർ റീമിക്സ് ചെയ്യുകയാണ്. അത് യൂട്യൂബ് കൊടുത്തിട്ടുള്ള ഒരു ഫീച്ചറാണ്. അപ്പോൾ അവരങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് നല്ല വ്യൂസ് കിട്ടുവാണെങ്കിൽ അതിൻ്റെ താഴെയായിട്ട്, അവരുടെ ഷോർട്ട് വീഡിയോ താഴെയായിട്ട് നമ്മുടെ ഈ ഷോർട്ട് വീഡിയോയും കാണിക്കും. അപ്പോൾ ഈ ഓഡിയൻസ് അത് കണ്ടു കഴിയുമ്പോൾ നമ്മുടെ ഷോർട്ട് വീഡിയോയും കാണും. അപ്പോൾ നമുക്കും വ്യൂസ് സബ്സ്ക്രൈബേഴ്സ് അവിടെ കൊടുത്തേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ ഓർത്ത് വയ്ക്കുക. അലോ ഓഡിയോ ആൻഡ് വീഡിയോ റീമിക്സിങ് തന്നെ നിങ്ങൾ അവിടെ കൊടുക്കുക. ഇനി അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, നിങ്ങൾ ഷോർട്സ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുക. നിങ്ങൾ റിയാക്ഷൻ വീഡിയോസ് ചെയ്ത് നിങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സ് കൂട്ടാവുന്നതാണ്. അതായത് വൈറലായിട്ടുള്ള ഷോർട്ട് വീഡിയോസ് നിങ്ങൾ കണ്ടുപിടിക്കുക. വൈറലായിട്ടുള്ള വീഡിയോസ് കണ്ടുപിടിച്ച് അതിൽ നിങ്ങൾ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുക. കാരണം യൂട്യൂബിൽ തന്നെ റിയാക്ഷൻ വീഡിയോസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അതായത് കൊളാബ്, ഗ്രീൻ സ്ക്രീന്, കട്ട്, ഇതേപോലുള്ള റിയാക്ഷൻ വീഡിയോസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് യൂട്യൂബ് തന്നെ തരുന്നുണ്ട്. അത് യൂസ് ചെയ്ത് തന്നെ നിങ്ങൾ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുക.
പക്ഷേ ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, റിയാക്ഷൻ വീഡിയോസ് ചെയ്യുമ്പോൾ നിങ്ങൾ നന്നായിട്ട് റിയാക്ഷൻ കൊടുത്തിരിക്കണം. നിങ്ങളുടെ എക്സ്പ്രഷൻസും കാര്യങ്ങളും ഒക്കെ അതിൽ വന്നിരിക്കണം. അങ്ങനെ കാര്യങ്ങളൊന്നും വരാതെ നിങ്ങൾ ചുമ്മാ മൊബൈലിൽ നോക്കിക്കൊണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ യൂട്യൂബ് അതിനെ അക്സെപ്റ്റ് ചെയ്യത്തില്ല. നന്നായിട്ട് റിയാക്ഷൻ കൊടുത്ത് നിങ്ങൾ റിയാക്ഷൻ വീഡിയോസ് ചെയ്ത് കഴിഞ്ഞാൽ, അതും നല്ല വൈറലായിട്ടുള്ള വീഡിയോസ് ആണെങ്കിൽ, അത് ഓൾറെഡി നന്നായിട്ട് ഓടിയിട്ടുള്ള വീഡിയോസ് ആണ്, അപ്പോൾ നിങ്ങൾ അതിനെ തന്നെ റിയാക്ഷൻ വീഡിയോസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വീഡിയോസും നന്നായിട്ട് ഓടുകയും ചെയ്യും. നിങ്ങൾക്ക് അവിടെ വ്യൂസും സബ്സ്ക്രൈബേഴ്സും ഒക്കെ വളരെ നന്നായി തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ റിയാക്ഷൻ വീഡിയോസ് ചെയ്തും നിങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സ് കൂട്ടാവുന്നതാണ്. ഇങ്ങനെ റിയാക്ഷൻ വീഡിയോസ് ചെയ്ത് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കൂട്ടി, അതുപോലെ ഷോർട്സ് വ്യൂസും ഒക്കെ കൂട്ടി മോണിറ്റൈസ് ചെയ്തിട്ടുള്ള ആളുകൾ ഒരുപാടുണ്ട്. അപ്പോൾ ഇത് മറക്കണ്ട, ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റാണ്. അപ്പോൾ ഈ കാര്യങ്ങളാണ് സബ്സ്ക്രൈബേഴ്സ് കൂട്ടാനായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, ജെനുവിൻ ആയിട്ടുള്ള ഓർഗാനിക് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഈ കാര്യങ്ങൾ ഒന്നോ രണ്ടോ മാത്രമായിട്ട് നിങ്ങൾ ചെയ്യരുത്. ഈ കാര്യങ്ങൾ എല്ലാം നിങ്ങൾ ഒരേപോലെ ഒരേ രീതിയിൽ നിങ്ങളുടെ ചാനലിൽ ചെയ്തുകൊണ്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ 100% ഉറപ്പ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് കൂട്ടാൻ പറ്റും. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ കമൻസ് തന്നെ അറിയിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ യൂസ്ഫുൾ ആയ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.